കണ്ടിട്ടുണ്ടോ? ഇവന്മാരാരും വെളിച്ചത്ത് വരത്തില്ല. പിന്നെ ഈ പെങ്കൊച്ച് അവിടെ ജോലിയുള്ള ഒരു പെൺകുട്ടി, അവിടെ കുറേ പെൺപിള്ളേർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരാരും പുറത്തു വരത്തില്ല. എന്തുകൊണ്ടാണ് വരാത്ത? ഇവളുടെ കുറെ വയറ് കാണിച്ചത് തുള്ളൽ മാത്രമേ കാണിക്കുള്ളൂ. എന്നിട്ട് അടി കൂടെ വേറെ വ്യാപാരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഡ്രഗ്സ്, അതാണ്. യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹേസ് വ്ളോഗ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ രേണു സുധീനെ പറ്റിയുള്ള അലിഗേഷൻസും കാര്യങ്ങളും, രേണു സുധി എന്തിനാണ് ദുബായിൽ പോകുന്നത്, രേണു സുധീന്റെ ദുബായിലെ കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ള ഒരു കാര്യമായിട്ട് ഈ പറയുന്ന ഷഫീന ബീവിയുടെ അക്കൗണ്ടിൽ, ഈ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഷെയർ ചെയ്യുന്നത് ആരാണെന്ന് പറഞ്ഞാൽ രേണു സുധീനെയും രേണു സുധീനെ കൊണ്ടുപോയിട്ടുള്ളവരെയും പേഴ്സണലി അറിയാന്നുള്ള, ഇല്ല അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി അവിടെ നിന്ന് മാറി ഇപ്പോൾ സ്വയം വേറെ നല്ലൊരു ജോലിയും കാര്യങ്ങളുമായിട്ട് പോകുന്നുണ്ട്. ആ ഒരു സ്ഥാപനത്തിലോട്ടാണ് ഇപ്പൊ രേണു സുധി എത്തിപ്പെട്ടത് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മുടെ ഷഫീന ബീവിയുടെ യൂട്യൂബ് ചാനൽ വഴി അവരുടെ വോയിസുകളെല്ലാം പുറത്തു വരുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഒന്ന് രണ്ട് വോയിസും കാര്യങ്ങളൊക്കെ ഇവിടെ കേട്ട് നോക്കാം, എന്തൊക്കെയാണ് ആ ഒരു കാര്യമായിട്ട് ഇവിടെ സംസാരിക്കുന്നത് എന്ന് നമുക്കപ്പോ അറിയാൻ പറ്റും. നമ്മളെ പാട്ടുകാര് റിമി ടോമിയാണ് കേട്ടോ. ഇവർ രണ്ടാളും ക്ഷമാപണം നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മള് ഹണി റോസും റിമി ടോമിയും 21-ാം തീയതി വരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. കാര്യം വരാൻ കഴിയാത്തത് ഫ്ലൈറ്റിന്റെ പ്രശ്നം കൊണ്ട്, ഇവിടുത്തെ യുദ്ധത്തിന്റെ സാഹചര്യം കൊണ്ടാണ്. പക്ഷെ ഇവള് വന്നു. എങ്ങനെ വന്നു? ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ടു. ആ ഒരു വോയിസിന്റെയും ഇനി വരാൻ പോകുന്ന വോയിസിന്റെയും ഒക്കെ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ വ്യക്തമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ചേച്ചിക്കറിയാം, ഈ 21-ാം തീയതി മുതൽ ഇവള് 2-ാം തീയതി വരേക്കുള്ള ഷെഡ്യൂളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ പല കസ്റ്റമേഴ്സിനും വരാൻ സാധിച്ചിട്ടില്ല പല ദിവസങ്ങളിലും. അപ്പോ ഈ വരാത്തതിന്റെ പേരിൽ ഇവിടെ പൈസയുടെ ഇടപാടിന്റെ ആ കസ്റ്റമേഴ്സിന് വരാത്തതിന്റെ പേരിലൊക്കെ ഇവിടെ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. അതുമല്ല, 2-ാം തീയതിക്ക് പോവാൻ പറ്റാത്തതിന്റെ പേരിൽ ഇവിടെ കിടന്ന് മാനസിക രോഗി പെരുമാറുന്ന പോലെ ഇവിടെ കിടന്ന് ബഹളം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 2-ാം തീയതി രേണു സുധി ദുബായിൽ നിന്ന് നാട്ടിലോട്ട് വരാൻ പറ്റാത്തതിന്റെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, കിച്ചുമായിട്ടുള്ള ഒരു സംസാരവും കാര്യങ്ങളും പ്രശ്നങ്ങളും ഓടിക്കൊണ്ടിരുന്ന സമയത്ത് രേണു സുധി പറയുന്നുണ്ടായിരുന്നു, 1-ാം തീയതി ഞാൻ തിരിച്ച് നാട്ടിലോട്ട് കയറുന്നുണ്ട്, ഞാൻ 2-ാം തീയതി ആകുമ്പോൾ നാട്ടിലോട്ട് എത്തും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യാം എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യമാണ് 2-ാം തീയതി ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ഡിലേ ആയിപ്പോയി. ആ ഒരു കാര്യം കൊണ്ടിട്ട് അവിടെ രേണു സുധി ഭയങ്കരമായിട്ട് വിഷയവും കാര്യങ്ങളും മറ്റേ പ്രാന്തിയെ പോലെയൊക്കെ പെരുമാറി എന്നാണ് ഇതിൽ പറയുന്നത്. ഈ വരുന്ന അലിഗേഷൻസ് ഒക്കെ അത് അങ്ങനത്തെ ഉള്ള അലിഗേഷൻസ് ആണ് വരുന്നത്. ബാക്കി എന്താണെന്നുള്ള കേട്ടു നോക്കാം. ഇവളുടെ റൂം ഇവർക്ക് സെപ്പറേറ്റ് റൂമാണ്. പിന്നെ ചേച്ചി എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടോ അവിടെയുള്ള ഏതെങ്കിലും സ്റ്റാഫ് ഈ പറയുന്ന ഈ പാപ്പിലോണും ചെമ്പരത്തി എന്നൊക്കെ പറയുന്നവന്മാരെ വീഡിയോസോ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവന്മാരാരും വെളിച്ചത്ത് വരത്തില്ല. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് ഞാൻ നേരത്തെ പറയാൻ വേണ്ടി വന്ന ഒരു കാര്യം. 21-ാം തീയതി ഇവർക്ക് ഫ്ലൈറ്റ്, അവിടെ യുദ്ധം നടക്കുന്ന സമയമാണ്. ദുബായ് അപേക്ഷിച്ച് അവിടെ മറ്റേ ഇസ്രായേലുമായിട്ടുള്ള ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് യുദ്ധങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ ഫ്ലൈറ്റുകൾ ഡിലേ ആവുന്നുണ്ട്, ഫ്ലൈറ്റ് കിട്ടുന്നില്ല, ടിക്കറ്റ് റേറ്റ് കൂടുതലാണ്. എന്നാലും ഇവക്ക് മാത്രം എങ്ങനെ, രേണു സുധിക്ക് മാത്രം എങ്ങനെയാണ് ഈ ടിക്കറ്റും കാര്യങ്ങളെല്ലാം കിട്ടുന്നത്? ഇത്രയും കോസ്റ്റ്ലി ആയിട്ട് ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് രേണു സുധി വളർന്നോ? ഇല്ല. രേണു സുധീനെ സപ്പോർട്ട് ചെയ്യുന്നവരായാലും ഒരുപാട് പേരുണ്ട്. അവരുടെ അടുത്തും കൂടെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത്രയും കോസ്റ്റ്ലി ആയിട്ട് റിമി ടോമിയെ പോലുള്ളവർക്ക് പോലും ആ ഒരു സമയത്ത് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലും ഈ രേണു സുധി പോകുന്നത്, ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പോകുന്നതെന്നും മാത്രം രേണു സുധി വളർന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയുന്നത്, ഈ കൊണ്ടുപോകുന്ന വ്യക്തികൾ ആരും ഈ പറയുന്ന കണക്ക് ഒരു വീഡിയോയിലോ കാര്യങ്ങളിലോ ഒന്നും കാണാനും ചാൻസ് ഇല്ല എന്നല്ല, ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. അതാണ് ഇപ്പൊ ഈ പറഞ്ഞു വെച്ചതിന്റെ ഒരു കാര്യം. ബാക്കി എന്താണെന്നുള്ളത് ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. വെളിച്ചത്ത് വരത്തില്ല. പിന്നെ ഈ പെൺകൊച്ച് അവിടെ ജോലിയുള്ള ഒരു പെൺകുട്ടി, അവിടെ കുറെ പെൺപിള്ളേർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരാരും പുറത്തു വരത്തില്ല. എന്തുകൊണ്ടാ വരാത്ത? ഇവളുടെ കുറെ വയറ് കാണിച്ചത് തുള്ളൽ മാത്രമേ കാണിക്കുള്ളൂ. എന്നിട്ട് അടി കൂടെ വേറെ വ്യാപാരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഡ്രഗ്സ്, അതാണ് സത്യം പറഞ്ഞ സ്വർണ്ണക്കടത്തിനേക്കാളും ഭയങ്കരമാണ് ഇവിടുത്തെ ഡ്രഗ്സ്. ഇവിടെ ഓരോ ഷോപ്പിലേക്കും ഈ പെൺപിള്ളേരെ, അതായത് പാവപ്പെട്ട വീടുള്ള പെൺപിള്ളേരെയാണ് ഇവന്മാര് നാട്ടിൽ നിന്ന് ടാർഗറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് 1-2 ആഴ്ച ഡ്രഗ്സ് കൊടുത്ത് ഇവരെ അടിമകളാക്കിയിട്ട് ഇവിടെ അതിനുശേഷം പിന്നെ ഇവര് പറയുന്ന എന്തും ചെയ്യാൻ തയ്യാറാണ്.
അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ദുബായിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, അബുദാബിയിലാണ് ഞാനും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന കണക്ക് ദുബായിൽ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രീഡം ആയിട്ടുള്ള ഒരു രാജ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാത്രി നമ്മൾ കുടിച്ച് മദ്യപിച്ച് പുറത്ത് പോയാൽ പോലും അവിടെ ആരും ചോദിക്കത്തില്ല നീ കുടിച്ചിട്ടുണ്ടോ, നീ കുടിച്ചിട്ടാണോ റോഡിൽ വരുന്നത് എന്നും ആരും ചോദിക്കത്തില്ല. നീ ആരെങ്കിലും ഒരാളെ തല്ലി എന്നുള്ളൊരു കാര്യം വന്നാൽ മാത്രമേ അവിടെ ഒരു പ്രശ്നമുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് അവിടെ സേഫ് ആയിട്ട് നിൽക്കാം. അവിടെ ഇനിയിപ്പോ എന്ത് തന്നെ പോകൃത്തനം കാണിച്ചാലും നമുക്ക് സേഫ് ആയിട്ട് നിൽക്കാം. ഈ ഞാൻ താമസിക്കുന്ന ബഹ്റൈനിൽ ഞാൻ ലാസ്റ്റ് ആയിട്ട് നിന്നതാ. ഞാൻ അബുദാബിയിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ തൊട്ടടുത്ത് പോലും ഈ പറയുന്ന കണക്ക് ബാറിനകത്ത് ഡാൻസ് കളിക്കുന്നവരായാലും ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഡാൻസ് കളിക്കുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ഇത് എന്തുമാത്രം ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം അറിയത്തില്ല. അവിടെ ബാറിനകത്ത് ഡാൻസ് കളിക്കുന്നവർക്ക് പൈസ കൊടുക്കാം. അത് നമ്മുടെ ഇവിടെ പൈസ വെച്ച് കൊടുക്കും. കാരണം നമ്മളെ ബെല്ലി ഡാൻസ് പോലെ ഈ ഫ്രണ്ടിൽ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന നടുക്കൊരു സർക്കിൾ പോലെ ഉണ്ട്. ആ സർക്കിളിൽ നിന്നാണ് കുറെ പെൺപിള്ളേരുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അത് നോർത്ത് ഇന്ത്യൻസും ഉണ്ട്, തമിഴരുണ്ട്, മലയാളികളുണ്ട്. ഇതെല്ലാം പാവപ്പെട്ട വീട്ടിലെ പിള്ളേരാണ്. ഇവർക്ക് എല്ലാവർക്കും നല്ല രീതിക്ക് ഡ്രഗ്സ് അടിച്ചിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പൈസ കാണിക്കുമ്പോഴത്തേക്ക് അവർ വന്ന് ഇങ്ങനെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന സെയിം സാധനമാണ്. അപ്പൊ അവർ വന്ന് നിന്ന് ഇതുപോലെ ഡാൻസ് കളിക്കുന്നതിന്റെ കൂടെ നമ്മളിങ്ങനെ പൈസ വെച്ച് കൊടുക്കും. നമ്മളെ പൈസ അവരെ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഡാൻസ് കളിക്കുന്ന പൈസ അല്ല, നമ്മളല്ലാതെ മോർ ദാൻ നമ്മൾ വേറെ പൈസ കൊടുക്കും. നമുക്ക് വേറെ പല ആവശ്യങ്ങളും അവരെ കൊണ്ട് ഉപകാരം വേണം എന്നുള്ളവരുണ്ട് അവിടെ. അപ്പൊ അവര് കൂടുതൽ പൈസ കൊടുക്കുമ്പോഴത്തേക്ക് അത് ആ ഒരു വ്യക്തിയായിട്ട് അത്രയും പൈസക്ക് അവര് മറ്റേ ഓക്കെ ആയി ഡീൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് അത് ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ വേറെ പരിപാടിയൊക്കെ അത് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ഈ പറയുന്ന കണക്ക് ദുബായ് എന്ന് പറയുന്ന രാജ്യത്തും ഉണ്ട്, ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യത്തും ഉണ്ട്. അപ്പം അതൊക്കെ ഒരുപാട് ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും നടക്കുന്ന കാര്യങ്ങളാണ്. അത് ഈ പറയുന്ന കണക്ക് പാവപ്പെട്ട പെൺകുട്ടികളെ കൊണ്ടുപോയി നിർത്തി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇന്നും നമുക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് വീട്ടുജോലി എന്നും പറഞ്ഞ് സത്യം പറഞ്ഞാൽ നിൽക്കുന്ന ഒരുപാട് പെൺപിള്ളേർ ബാർ ഡാൻസും ബാറിലുമായിട്ടൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരെ കൊണ്ടുപോകുന്ന സ്പോൺസേഴ്സിന്റെ ഒന്നും ഒരു അറിവും ആർക്കും തന്നെ ഇല്ല കേട്ടോ. അത് സീരിയസ് ആയിട്ട് പറയാന്നുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന രേണുസുധീനെ പറ്റി വരുന്ന അലിഗേഷൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അത് എന്താണെന്നുള്ളത് അത് രേണുസുധി എന്നെ വന്ന് വെളിപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം രേണുസുധി ഇതിനെതിരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ രേണുസുധി ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഈ ഡ്രഗ്സിന്റെ മാഫിയാണ് അത്. ഞാൻ ഇന്നലെ വിട്ടുപോയത് പറയാൻ. ഒരുപാട് എണ്ണത്തിനെ എനിക്കറിയാം ഇവിടെ. പക്ഷെ ഞാൻ പറയല്ലേ ചേച്ചി, എനിക്ക് കുറച്ച് സമയം എന്താ, ഞാൻ ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പുറത്തിട്ട് തരാം. ഇവന്മാരൊക്കെ ഒരുപാട് പേരെ എനിക്കറിയാം. കാര്യം ഞാൻ ഇവരുടെ ഇടയിൽ കിടന്ന ആളാണ്. ഇപ്പോഴും ഞാൻ അവിടെ നിന്ന് മാറിയെന്ന് ഉള്ളെങ്കിൽ പോലും എന്നോട് ഇഷ്ടമുള്ള, എന്നോട് സ്നേഹമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് പെൺപിള്ളേരും ഒക്കെ എനിക്കുണ്ട് ചേച്ചി. അവര് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അവര് ഇതിന്റെ ഇടയിൽ ഈ പറയുന്ന രേണുസുധീനെ കൊണ്ടുപോയ അതേ കമ്പനിക്കാര് ഈ പറയുന്ന സ്ത്രീനെയും കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് ഇപ്പം നിലവിൽ ഈ ഒരു കാര്യം പറയുന്നത്. അവിടെ എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത് എല്ലാം ഇങ്ങനെ പക്കയായിട്ട് അവർ വിളിച്ച കാര്യം ഈ ഷഫീന ബീവിക്കൊക്കെ കൊടുത്ത ഈ വോയിസിൽ പറയുന്നുണ്ട്. അപ്പോ ആ ഒരു വ്യക്തി അവിടെ ഇതിനു മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ രേണുസുധി വർക്ക് ചെയ്യുന്ന, ഇല്ലെന്നുണ്ടെങ്കിൽ രേണുസുധീനെ ഈ പറയുന്ന കണക്ക് ദുബായിൽ കൊണ്ടുപോകുന്ന ആ ഒരു ടീമിനെ പറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ടറിയാം ഞാനാണ് ഇവരുടെ ഇടയിൽ ചാരപ്രവൃത്തി നടത്തുന്നത് എന്നുള്ളത് ഇവന്മാർക്ക് മനസ്സിലായി. എന്നെ ഒരിക്കലും പിടിക്കില്ല ചേച്ചി. പിന്നെ ആ വോയിസ്, മറ്റേ ഇന്നലെ ഇട്ട വോയിസ്, ആ ഗ്രൂപ്പില് അംഗത്തിന്റെ വോയിസ് എന്ന് പറഞ്ഞിട്ട് ഇട്ടത് കാരണം ഇവരിപ്പൊ ഈ വോയിസ് ഗ്രൂപ്പിൽ കിടന്നിട്ട് തപ്പണം ഇത് ആരായിരിക്കും ഈ ടൈമിൽ ഇങ്ങനെ. പക്ഷെ ഇവര് സൈലന്റ് ആണ്. ഇപ്പൊ ഇവരെല്ലാരും ജാഗരൂകരാണ്. ഇവര് വളരെ നന്നായിട്ട് ചേച്ചിയെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ചേച്ചി ശ്രദ്ധിക്കണം. ഇത് നമ്മൾ വിചാരിക്കുന്ന മാഫിയ ഒന്നുമല്ല. 3 മാഫിയാണ്. ഒന്ന് കാസർഗോഡ്, ഒന്ന് കോഴിക്കോട്, ഒന്ന് തൃശ്ശൂര്. ഇങ്ങനെ ഇത് പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്ന ഒരു കാര്യമാണ്. ഇത് കാസർഗോഡും ഈ പറയുന്ന കണക്ക് കോഴിക്കോടും തൃശ്ശൂരൊന്നും മാത്രമല്ല, നമ്മുടെ ട്രിവാൻഡ്രം ആയാലും ഇല്ലാന്നുണ്ടെങ്കിൽ കൊല്ലം ആയാലും ഒരുപാട് ഏജൻസികളുണ്ട്. ഇതിന് ഒരുപാട് ഏജൻസിയാണ്. മാഫിയ എന്ന് പറയുന്നതിനെക്കാട്ടി മാഫിയ എന്ന് പറയാം, കാരണം അവർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പൊ കുറെ പേര് സ്കാം ആവുന്നുണ്ട് ഇതിൽ. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോ ഇവര് സെലക്റ്റീവ് ആയിട്ടാണ് ആൾക്കാരെ എടുക്കുന്നത്. സെലക്റ്റീവ് ആയിട്ടെന്ന് പറഞ്ഞാൽ നാട്ടിലെ ഹസ്ബൻഡുമായിട്ട് പിണങ്ങി നിൽക്കുന്നവര്, ഡിവോഴ്സ് ആയവര്, പിന്നെ ഈ പറഞ്ഞ കണക്ക് മറ്റേ ഒരുപാട് നാട്ടില് ഒരുപാട് സെക്ഷൽ ആക്ടിവിറ്റീസ് ഉള്ളവര്,
ഇങ്ങനെയുള്ളവരെയൊക്കെ ഇവർ ചൂസ് ചെയ്യും. ഇങ്ങനെയുള്ളവരെ നാട്ടിലെ കോണ്ടാക്റ്റുകളൊക്കെ വെച്ച്, ഇല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ തപ്പി ഇങ്ങനെ ഒരുപാട് പേരെ ചൂസ് ചെയ്തിട്ട് ഇവരുടെ അടുത്ത് ആദ്യം വ്യക്തമായിട്ട് ഒരു കാര്യങ്ങളും പറയാറില്ല. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു അനുഭവം ഉണ്ട്. ആ ഒരു പെൺകുട്ടി ഒരു 8-9 മാസം 10 മാസത്തോളം ഈ പറയുന്ന കണക്ക് ദുബായിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ഇപ്പം ദുബായിലാണ്, എന്നാലും വേറൊരിടത്ത് ഈ പറഞ്ഞ ഈ ഒരു സ്ത്രീ മാറിയതുപോലെ ആ ഒരു സ്ത്രീയും ആ ഒരു പെൺകുട്ടി ഇപ്പം മാറി വേറൊരിടത്താണ് ഇപ്പം ജോലി ചെയ്യുന്നത്. അപ്പം ആ പുള്ളിക്കാരി ഇതുപോലെ ഡിവോഴ്സ് ആയിട്ട് നാട്ടിൽ നിൽക്കക്കള്ളി ഇല്ലാതെ ഈ പറയുന്ന കണക്ക് കുട്ടികളെ നോക്കണം, അപ്പൊ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ സത്യം പറഞ്ഞ പോയതാണ്. അപ്പൊ ഇവരുടെ അടുത്ത് ആദ്യം കോൺടാക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇന്നതുപോലെയാണ്, ഇവിടെ ഒരു ഹോട്ടലാണ്, ഹോട്ടലിൽ ഇത്തിരി ക്ലീനിങ് കാര്യങ്ങളും മറ്റേ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ മറ്റേ റൂം എടുക്കുന്നവരൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ റൂം ക്ലീനിങ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. ബാറ് എന്നുള്ളൊരു ചെറിയൊരു ഹിന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വലിയ കാര്യങ്ങളൊന്നും എക്സ്പോസ് ചെയ്തിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരി നാട്ടിൽ നിന്ന് ഒരു നല്ലൊരു വിസയല്ലേ, ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം എന്നുള്ള ഒരു രീതിയിൽ കയറി പോയതിന് ശേഷം അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവരാദ്യമേ പാസ്പോർട്ടും കാര്യങ്ങളും കയ്യിൽ വാങ്ങിച്ചു വെക്കും. അപ്പൊ ഇത്രയും നാളത്തെ ഒരു എഗ്രിമെന്റ് എന്ന് പറഞ്ഞ ഒരു സാധനം, പഴയ സമ്പ്രദായം, എന്നാൽ ഇവരൊക്കെ ഫസ്റ്റ് ടൈം ആയിട്ട് പോകുന്നത് കൊണ്ട് ഇവരൊക്കെ അത് വിശ്വസിച്ച് അങ്ങ് നിൽക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തൊരു എംബസി ആയിട്ട് പോയി ഇവരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാനോ എടുക്കാനോ കാര്യങ്ങൾക്കോ അവർക്ക് ആ ഒരു ചാൻസോ ഇല്ലെന്നുണ്ടെങ്കിൽ അത്രയും പുറത്തുള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ടൈം പോലും കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ആ ഒരു ടൈം അവർക്ക് കിട്ടത്തില്ല. കാരണം ഇവരെ പോയോടെ ഇവരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഫസ്റ്റ് ദിവസം ഇങ്ങനെ കൂടെയൊക്കെ നിന്ന്, പിന്നെ ഇതില് ഈ ഒരു ആക്ടിവിറ്റീസിൽ ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന കുറച്ച് പെൺപിള്ളേരുണ്ട്. ഇവരെന്ത് ചെയ്യും, ഇവരെ അങ്ങ് കൺവിൻസ് ചെയ്യും. അന്ന് അതും എൻ്റെ ആ ഒരു കൂട്ടുകാരിക്ക് നടന്നതും ആ ഒരു സംഭവം തന്നെയാണ്. ഇവർ കൺവിൻസ് ചെയ്തു, ഇതുപോലെ പറഞ്ഞു ഇനിയിപ്പം പോകാനൊന്നും പറ്റത്തില്ല, നല്ലൊരു സാലറി ഉണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ വേറൊരു രീതിയിലൊന്നും ഈ പറയുന്ന പെൺകുട്ടി പോയിട്ടില്ലെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇതാണ് പക്കയായിട്ട്, മനസ്സിലായില്ലേ? അത് ഇനിയിപ്പോ ഈ പറയുന്ന മാഫിയ കോഴിക്കോട്, തൃശ്ശൂരോ ഇതൊന്നും അല്ല, ഒരുപാട് 3 മാഫിയകളാണ്. മൊത്തം മലയാളികളാണ് ഇവിടെ സ്പായും ബാറും തേങ്ങയും മാങ്ങയും ഒക്കെ നടത്തുന്നത്. ഇവിടെ സ്പായുടെ ഒന്നും ബാറിന്റെ ഒന്നും പ്രൊമോഷൻ ഒന്നും അനുവദിക്കത്തൊന്നുമില്ല. ഇവിടെ ഇല്ലീഗലാണ്. ചേച്ചിക്ക് അറിയാലോ, ചേച്ചി 22 വർഷം ഇവിടെ ഉണ്ടായിരുന്നാണല്ലേ. ഇവിടെ ഇല്ലീഗലാണ്. ഇതൊക്കെ എടുത്ത് പുറത്തിട്ട് കൊടുത്താൽ ഇവിടെ ഗൾഫിലെ പോലീസ് വന്ന് തൂക്കിക്കൊണ്ടുപോകും. അതിന്റെ കുറെ കാരിയേഴ്സിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് തരാൻ ചേച്ചി. മറ്റേ എന്താ പറയാ, പാസ്പോർട്ട് ഡീറ്റെയിൽസ് അടക്കം തരാം, ഫോട്ടോസ് തരാം. ഇവരൊക്കെ ഗോൾഡ് കാരിയേഴ്സ് ആണ്. രേണു സുധിയും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇവള് വെറുതെ ഒന്നും ഇവളെ ഈ പറയുന്ന പെണ്ണുങ്ങളെ നാട്ടിൽ നിന്ന് ഇവന്മാരാരും കൊണ്ടുവരത്തില്ല. നമുക്കറിയുന്നതാണ് ഇതൊക്കെ. ഇത് കള്ളത്തരമൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മക്കളെ പഠിച്ചിട്ടാണ് ഞാൻ സത്യം ചെയ്തേക്കുന്നത്. എനിക്ക് എന്റെ മക്കളെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. ഇവിടെ ഈ രേണുസുതി എന്ന് പറയാൻ പോലും എനിക്ക് തോന്നുന്നില്ല. രേഷ്മ, തങ്കച്ചൻ, ഇവറ്റകള് അഴിഞ്ഞാടി ജീവിക്കുന്ന ഒരു ടീമുകളാണ്. അതുകൊണ്ടാണ് അവൾ ഈ ഇത്രയും വലിയ വേസ്റ്റ് കൂമ്പാരത്തിലേക്ക് ഇവളും വന്ന് ചാടിയത്. എടാ, ഇത് രേണുസുധീനെ പേഴ്സണലി ഒരാൾക്ക് വൈരാഗ്യം വെച്ചിട്ട് പറയുന്ന ഒരു കാര്യമല്ല കേട്ടോ. ഈ ഒരു വോയിസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. പേഴ്സണലി രേണുസുധീന്റെ അടുത്ത് ഒരു വൈരാഗ്യമോ കാര്യങ്ങളോ വച്ചിട്ടുള്ള ഒരു സംഭവമല്ല ഇവര് സംസാരിക്കുന്നത്. ഇവര് സംസാരിക്കുന്ന ഒരു കാര്യം അതിൽ വളരെ വ്യക്തമാണ്, വേറെ ഒന്നുമല്ല. അവർ ആദ്യമേ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു ഏജൻസി ഇല്ലെങ്കിൽ ആ ഒരു മാഫിയ അവരവിടെ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. അവിടുത്തെ ആ ദുരനുഭവങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയും കൂടെ വന്ന് ഇപ്പൊ ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഒരു പെൺകുട്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ പെൺകുട്ടീനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതും മോശപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു രീതിയിലാണ് ഇവർ സംസാരിച്ച് വയ്ക്കുന്നത്. ആ ഒരു കാര്യം വ്യക്തമായിട്ട് അവർ സംസാരിക്കുന്നത്. പേഴ്സണലി അവർക്കൊരു ഇഷ്ടക്കുറവോ കാര്യങ്ങളോ ഉള്ളതല്ല. പക്ഷെ ഈ ഒരു മാഫിയനെ വെറുക്കുന്നു അവര്. അവിടെ വരുന്ന പെൺകുട്ടികളെ ഇപ്പൊ വെറുക്കുന്നു. അറിഞ്ഞുകൊണ്ട് വരുന്ന പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ആണെന്ന് അറിഞ്ഞിട്ടും അവിടെ വരുന്ന പെൺകുട്ടികളെ വെറുക്കുന്നു. അതാണ് അവർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഈ രേഷ്മ എന്ന് പറയുന്ന സ്ത്രീ എങ്ങനെയും ജീവിച്ചോട്ടെ, അത് നമുക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇവള് ഗൾഫിൽ പോകുമ്പോ 150 ഓൺലൈൻകാരെ, തിരിച്ചു വരുമ്പോ ഇവള് കാത്തു നിൽക്കാൻ 150 ഓൺലൈൻ ചാനലുകാര്. ഈ നായിന്റെ മക്കൾക്കൊന്നും വേറെ ഒരു തൊഴിലുമില്ല. ഇവള് വിളിക്കുമ്പോഴേക്ക് വരാൻ. ഇവൾ ആരാണ്? ഇവൾ ഇന്നലെ മെനഞ്ഞാന്നെങ്ങാണ്ട് ഇവളെ പ്രൊഫൈൽ ഒരു ഫോട്ടോ ഇട്ടേക്കുന്നു, മറ്റേ നമ്മുടെ സണ്ണി ലിയോന്റെ കൂടെ.
ഇവള് ഇരുന്ന് ചിരിക്കുന്ന ഒരു AI പിക്ചർ. ഇവളുടെ സംസ്കാരം മനസ്സിലായില്ലേ? അതോടുകൂടി ഇവളുടെ സംസ്കാരം മനസ്സിലായി. ഇവള് ഏതാണ്? ഇവള് ഉപമിക്കാൻ നോക്കാണ്. സണ്ണി ലിയോണിന് ഇതൊക്കെ ആവാമെങ്കിൽ രേണു സുധിക്ക് എന്തുകൊണ്ടാ? സണ്ണി ഒരുപാട് പേര് ഈ നല്ലൊരു വ്യക്തിയായിട്ട് കണ്ടിട്ട് ആ പുള്ളിക്കാരി കാണിക്കുന്നതിനെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പം നമ്മൾ ഒരു നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പേര് സ്നേഹിച്ചു തുടങ്ങും. മനസ്സിലായില്ലേ? അപ്പം സുധി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ വെച്ച് എല്ലാവർക്കും ഇഷ്ടമാണ്. ആ രേണു സുധിയിലോട്ട് എത്തിയപ്പോഴത്തേക്ക് നമ്മൾ രേണു സുധീന്റെ ആ ഒരു ഫസ്റ്റ് കാലഘട്ടത്തില് സുധി ചേട്ടൻ നമ്മളെയൊക്കെ വിട്ടു പോയ ആ ഒരു ടൈം ഈ പറയുന്ന കണക്ക് രേണുവിന് എല്ലാവരും മറ്റേ ഒറ്റപ്പെട്ട് പോയതുപോലെ ആയപ്പോൾ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ആ വീട് പോലും അവിടെ നമുക്ക് വെച്ചു കൊടുക്കാൻ, നമ്മളല്ല അവർക്ക് അവിടെ വെച്ചു കൊടുക്കാനായിട്ട് ഒരുപാട് പേര് സഹായിക്കുകയും കാര്യങ്ങളും പള്ളിയിലെ അച്ഛനൊക്കെ സഹായിച്ചത്. ആ ഒരു ഇഷ്ടപ്പെട്ട വ്യക്തികളെയൊക്കെ പറ്റി ഒരുപാട് കുറ്റങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു വന്നതിന് ശേഷം ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരാളെ വെറുക്കുന്നുമുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു രേണുസുധി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ വെറുക്കുകയും കൂടെ സത്യം പറഞ്ഞ് ഇപ്പൊ ആ ഒരു പുള്ളിക്കാരി ചെയ്യുന്നുണ്ട്. സ്നേഹത്തിന്റെ പുറത്തിരുന്ന ഒരു വ്യക്തി മറ്റേ അത് ഓക്കെ, അതെന്തോ ആയിക്കൊണ്ട് പോട്ടെ. അപ്പൊ ഇതിനെപ്പറ്റി സിമ്പിളായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് അലിഗേഷൻസും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന രേണുസുധീനെ പറ്റി ഇപ്പം ഈ ഷഫീന ബീവിയുടെ അക്കൗണ്ടിലായാലും ഒരുപാട് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും രേണുസുധി വന്ന് പ്രതികരിക്കാറുണ്ട്. ഇതിനെപ്പറ്റി ഒരു പ്രതികരണം ഞങ്ങൾ എല്ലാവരും അന്വേഷിക്കുന്നല്ല, കാത്തിരിക്കുന്നുണ്ട്. കാരണം ഇത് സത്യമാണോ എന്താണ് എന്നുള്ള അറിയാനുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കെതിരെയുള്ള അലിഗേഷൻസ് ആണ്. ഇപ്പൊ അത് നിങ്ങളുടെ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ പലരെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണോ, അതോ നിങ്ങൾ അറിയാതെ നിങ്ങളെപ്പറ്റി ആരെങ്കിലും ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണോ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ തന്നെ വന്ന് വെളിപ്പെടുത്തിയാൽ കൊള്ളായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും നന്ദി, നമസ്കാരം.